ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ വയനാട്ടിൽ നിന്നുകൊണ്ടാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിലൊന്നായ കാരാപ്പുഴ ഡാമിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ കാരാപ്പുഴ ഡാം ഒരു ജലസംഭരണി എന്നതിനപ്പുറം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു മാതൃകയായിരിക്കുന്ന ഇടം കൂടിയാണ്. വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കാരാപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് എത്തിച്ചേരുവാൻ കൽപ്പറ്റയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ താഴെ മാത്രമേ നമുക്ക് സഞ്ചരിക്കേണ്ടതുള്ളൂ. ബത്തേരിയിൽ നിന്നാണെങ്കിൽ ഒരു 25 കിലോമീറ്ററിന് താഴെ വരും. അതുപോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 95-100 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിച്ച് ഇവിടേക്ക് എത്താം. ഈ ഡാമിനോട് ചേർന്ന് മനോഹരമായ ഒരു പാർക്കുണ്ട്. ഈ പാർക്ക് വിശാലമായ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സായാഹ്ന നടത്തത്തിനൊക്കെ പറ്റിയ ധാരാളം ഇടമുണ്ട്. അതുപോലെ തന്നെ ഒത്തുചേരലുകൾക്കൊക്കെ നല്ല വിശാലമായ പുൽത്തകിടിയും അതുപോലെ മനോഹരമായ പൂന്തോട്ടവും ഇവിടെയുണ്ട്. അതിമനോഹരമായ പൂക്കളും ചെടികളും കൊണ്ട് സമ്പന്നമാണ് ഈ പാർക്ക്. നിരവധി പൂക്കളും ചെടികളും നമുക്കിവിടെ കാണാം. ഈ പാർക്ക് മൊത്തത്തിൽ ഒരു പൂന്തോട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം മനോഹരമായ ചെടികളും പൂക്കളുമാണുള്ളത്. അതെല്ലാം വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യവുമാണ്. നമ്മൾ ഈ യാത്ര മെയ് മാസം ആദ്യവാരമാണ് നടത്തുന്നത്. വേനലിൻ്റെ കാലമാണ്. ഇവിടെ പല സ്ഥലത്തും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുമുണ്ട്. ഒരു ജൂൺ മാസം മഴയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ചെടികളെല്ലാം വളർന്ന് കൂടുതൽ മനോഹരമായിരിക്കും. പൂന്തോട്ടത്തിൽ നിന്ന് നമുക്ക് അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറാം. അവിടുത്തെ കാഴ്ചകൾ കാണാം. സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ ജയന്റ് സ്വിംഗ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല സാഹസിക പ്രവൃത്തി തന്നെയാണിത്. നല്ല തൻ്റെ ഇടമുള്ളവർക്ക് മാത്രം ഏർപ്പെടാൻ കഴിയുന്ന വിനോദം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നേരെ താഴേക്ക് വന്നിട്ടാണ് ഈ ഊഞ്ഞാലാടുന്നത് പോലെ ഇപ്പോൾ ആടുന്നത്. മനോഹരമായ ഒരു ട്വിസ്റ്റർ ഇവിടെയുണ്ട്. കാണാനും നല്ല രസമാണ്, അതിൽ കയറാനും നല്ല രസമാണ്. ട്വിസ്റ്ററൊക്കെ മുഴുവൻ സമയവും പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സീറ്റ് നിറയെ ആളുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ എന്നൊന്നുമില്ല. സ്പേസ് ടവറിൽ കയറണമെന്നൊന്നുമില്ല, കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ വരുന്ന ഏതൊരാൾക്കും പരീക്ഷിച്ച് നോക്കാവുന്ന മറ്റൊരു ഇടമാണ് ഫ്ലൈയിങ് ചെയർ, പറക്കും കസേര. രസമാണ്. പാർക്കിനുള്ളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയാൽ ഈ ഡാമും അതിൻ്റെ റിസർവോയറും ഈ പാർക്കുമൊക്കെ തന്നെ നമുക്ക് വിശാലമായി തന്നെ കാണാം. 360 ഡിഗ്രിയിൽ കാഴ്ചകൾ കാണാം എന്നുള്ളതാണ്, ആ മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് വാച്ച് ടവറിൻ്റെ പ്രയോജനം. വയനാട് സന്ദർശിക്കുന്ന ഏതൊരാളും ഉറപ്പായിട്ടും
തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എടയ്ക്കൽ ഗുഹയായിരിക്കും. ആ എടയ്ക്കൽ ഗുഹയിൽ നിന്നും 10 കിലോമീറ്റർ താഴെ മാത്രമേ ഈ ഡാമിലേക്കും പാർക്കിലേക്കും യാത്ര ചെയ്യേണ്ടതുള്ളൂ. എടയ്ക്കൽ ഗുഹ സന്ദർശിക്കുന്ന ഒരാളും ഇവിടുത്തെ കാഴ്ചകളും നഷ്ടപ്പെടുത്തരുത്. വേനൽക്കാലമായതുകൊണ്ടാവാം ഡാമിനുള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലും ഭൂമി തെളിഞ്ഞു നിൽക്കുകയും അവിടെ ചെറിയ മരങ്ങളും പുല്ലുകളും ഒക്കെ വളരുകയും ചെയ്യുന്നുണ്ട്. മഴക്കാലമാകുമ്പോഴത്തേക്കും ഇതൊക്കെ നിറഞ്ഞേക്കാം. ഡാമിൻ്റെ ഷട്ടറുകൾക്കടുത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ നമുക്ക് ലഭിച്ചില്ല. അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യത്തിൻ്റെ ഭാഗമായി അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നതായിരിക്കാം. പാർക്കിനുള്ളിൽ ഒരു ലഘുഭക്ഷണശാല കൂടിയുണ്ട്. നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ പറപ്പിക്കുന്നതാണ്, ഫ്ലൈ ചെയ്യിക്കുന്നതാണ്, സിനിമ വരെ. ഇവിടെ ഒരു സിപ്പ് ലൈൻ കൂടിയുണ്ട്. വയനാട് കണ്ണിന് ഉത്സവമേകുന്ന കാഴ്ചകളുടെ കൂടി നാടാണ്. വയനാട്ടിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകൾക്കും കഥകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.